എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷിത മഹേഷിനെ വിളിച്ച് കഴിയുമ്പം ശല്യം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ ഓഫ് ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് വേറെ നിവൃത്തിയില്ലാതെ ഇഷിത ലാൻഡ് ഫോണിലേക്ക് വിളിക്കുവാണ്. അപ്പോൾ പിന്നെ ആരാണ് എന്നൊന്നും അറിയില്ലല്ലോ. ഫോൺ എടുത്ത് കഴിയുമ്പം മഹേഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വിരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി പ്രിയാമണിയും മാഷിനെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി ഇത്തിരി റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുവാണ് ഇഷിത. ഒന്നിപ്പോൾ ഫോണിൽ കൂടെയാണോ റൊമാൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും പ്രിയാമണിക്ക് ആകെ നാണം വരുവാണ്. പക്ഷേ മഹേഷ് ഈ ഇഷിതയ്ക്ക് ഭ്രാന്തായോ എന്നുള്ള രീതിയിൽ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മഞ്ജിമയുടെ കുറച്ച് കുശുമ്പ് കാണിക്കുന്നുണ്ട്. ഇഷിത ശരിയല്ല എന്നുള്ള രീതിയിൽ സ്വപ്നവല്ലിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും വിരുന്നിന് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വിരുന്നിനായിട്ട് ചെല്ലുന്നുണ്ട് ഇഷിതയുടെ വീട്ടിലോട്ട്. അഷിതയും മോനും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് കറിയൊക്കെ സ്പൂണിലെടുത്ത് മണത്ത് നോക്കുന്ന സ്വപ്നവല്ലിയെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ അലമ്പുണ്ടാക്കും എന്നറിയില്ല. ഏതായാലും അവിടെ വെച്ചും എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി ഇഷിത കുറച്ചുകൂടി ഒന്ന് അടുപ്പത്തിൽ പെരുമാറുന്നുണ്ട് മഹേഷിൻ്റെ അടുത്തിരുന്ന്. അപ്പോൾ മഹേഷ് ഇതെന്താണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മാറുകയൊക്കെയാണ് ചെയ്യുന്നത്. ഏതായാലും വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇഷിത ഇതെല്ലാം ചെയ്യുന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് സുചിത്ര വിനോദിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഏട്ടത്തിയാണ് ഇഷിത എന്നുള്ള രീതിയിലാട്ടോ വിനോദ് സംസാരിക്കുന്നത്. അന്നേരം സുചിത്ര ചോദിക്കും, ആ ബന്ധം നീ അങ്ങ് ഉറപ്പിച്ചോ, ഏട്ടത്തിയാണെന്നങ്ങ് തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, നിന്നെ കെട്ടിയാലും ഇല്ലെങ്കിലും ആ ബന്ധം ഞാൻ ഉറപ്പിച്ചത് തന്നെയാണ്, അതിൻ്റെ ഏട്ടത്തി തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു എന്നിങ്ങനെ പറയുന്ന വിനോദിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ.